എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ വീട്ടമ്മമാരുടെ ഒരു ആഗ്രഹമാണ് വീട്ടിൽ നല്ലൊരു കറിവേപ്പ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വിഷമൊന്നും അടിക്കാത്ത നല്ല ഇലകൾ നമുക്ക് എന്നും കറിയിൽ ചേർക്കാം. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കറിവേപ്പ് നന്നായിട്ട് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ചാനലിലും ഉണ്ട്, പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലും ഉണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ കുറച്ച് ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുമോ, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു റിസൾട്ടൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. എന്നിട്ട് പിന്നെ വേണ്ടത് ഇതുപോലെ ഈ ഒരു മൂടിയില്ലേ, ആ മൂടിയുമ്പോൾ ഒരു 3-4 ചെറിയ ഹോൾസ് ഇടുക. അപ്പോൾ നമ്മൾ പപ്പടക്കോലൊന്ന് ഗ്യാസിൽ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, അത്രയും വലുപ്പം മതി, ഒരു 4 ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുപ്പി കാണിച്ചു തരാം. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ചെറിയ തൈയൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്പ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വേറൊരു ചെടീൻ്റെ അടുത്തേക്ക് ഞാൻ പോവാണ്, അവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുപ്പി ഞാൻ ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ആകെ പൊടി പിടിച്ചൊക്കെ ഇരിക്കണം, ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കടക്കയിൽ നമ്മൾ ഇങ്ങനെ കുഴിച്ചിടണം. നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് മൂടിയിൽ, അത് മറക്കരുത്. അപ്പോൾ നമുക്കിത് ആ ഒരു ചെടീൻ്റെ കടക്കയിൽ കുഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ മൂടി ഇരിക്കുന്ന ഭാഗവും പിന്നെ കുറച്ച് ഭാഗം കൂടി ഉള്ളിലേക്ക് ആക്കിയിട്ട് കേട്ടോ, കണ്ടില്ലേ, കറക്റ്റ് ഇങ്ങനെ ഇരിക്കണം കുപ്പി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാകുന്ന ഒരു വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റ് ഇല്ലേ, കുക്ക് ചെയ്ത ഫുഡല്ല കേട്ടോ, കുക്ക് ചെയ്യാത്തത്, മുട്ടത്തോടോ അതുപോലെ പഴങ്ങളുടെ തൊലി, ആ ഒരു ഉള്ളിത്തൊലി, അതൊക്കെ എടുക്കാം. അപ്പോൾ ചെറിയ പീസാക്കിയാൽ കൂടുതൽ നല്ലത്. എന്നിട്ട് അതിങ്ങനെ കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക കുപ്പിയിൽ. പിന്നെ ബാക്കി നമ്മൾ കുറച്ച് മണ്ണിടുക, പിന്നെ വീണ്ടും ഈ ഒരു വേസ്റ്റ് ഇടുക, അങ്ങനെ മണ്ണിടുക. അങ്ങനെ കുപ്പീൻ്റെ വലിപ്പം എത്രയുണ്ട് അതിനനുസരിച്ചിട്ട് ഫുള്ളും ഫില്ലാക്കുക കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മൂടിയില്ലേ, അത് വെച്ചിട്ട് തന്നെ നമുക്കിത് അടയ്ക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഇത് നനച്ച് കൊടുക്കണം. അപ്പോൾ നനയ്ക്കുന്നതിലാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. നനയ്ക്കുമ്പോൾ എപ്പോഴും ആ ഒരു ചെടീൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കൈ വെച്ച് തെളിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓസ് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ ആ ഒരു രീതിക്ക് നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഫുൾ ഇലകൾ നനയണം. പിന്നെ നമ്മുടെ ഈ ഒരു കുപ്പിയില്ലേ, അതിൻ്റെ ഉള്ളിലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് മൂടിയും കൊടുക്കുക. ഇനി നമ്മളെപ്പോൾ നനയ്ക്കുമ്പോഴും ഈ ഒരു കുപ്പിയിലും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് നല്ലൊരു വളമായിട്ട് ഈ കറിവേപ്പിന് കിട്ടാൻ തുടങ്ങും, ഈ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ്. അപ്പോൾ കറക്റ്റായിട്ട് അതിന് ഒരു എക്സ്ട്രാക്റ്റ് കിട്ടും. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഫുള്ള് മണ്ണ് പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ വേസ്റ്റുകൾ തുറന്നിട്ട് ഫില്ല് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കുപ്പി ഇങ്ങനെ കേടാവും. എൻ്റെ കുപ്പീനെ കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കേടായി. അപ്പോൾ പിന്നെ കുപ്പി മാറ്റി വെച്ചാൽ മതി. പിന്നെ കുക്ക് ചെയ്തിട്ടുള്ള ഫുഡുകൾ, അതുപോലെ നോൺ വെജ്, അതൊന്നും ഇതിൽ ഇടരുത് കേട്ടോ. നമ്മുടെ സാധാരണ പച്ചക്കറി വേസ്റ്റ്, അതുപോലെ ചായൻ്റെ ആ ഒരു വേസ്റ്റ്, മുട്ടത്തോട്, പഴത്തൊലി, ഇതൊക്കെ ഇടാം. ഇനി മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ചാരമാണ്. അപ്പോൾ നമ്മൾ പറമ്പിലൊക്കെ എല്ലാം കൂടി അടിച്ച് കൂട്ടിയിട്ട് കത്തിക്കാറുണ്ടെങ്കിൽ ആ ചാരം, അതുപോലെ അടുപ്പൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ ചാരം ഉണ്ടാവില്ലേ, ആ ഒരു ചാരം എടുത്തിട്ട് നമ്മൾ ഒരു ചിരട്ടയിൽ, അത്രയ്ക്ക് മതി ഒരു ചെറിയതതിന്, എന്നിട്ട് അത് നമ്മൾ ചുറ്റുമായിട്ട് കറിവേപ്പിൻ്റെ ചുറ്റുമായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. അങ്ങനെ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും നല്ലൊരു വളമായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ചാരം വേണമെങ്കിൽ ആ ഒരു ഇലകളിൽ വിതറി കൊടുത്താലും നല്ല തന്നെയാണ്, ആ ഒരു കീടങ്ങളൊന്നും വരാണ്ടിരിക്കും, നല്ലതാണ്. പിന്നെ ചാരം വിതറി കൊടുക്കുന്ന സമയത്ത് നമ്മൾ നട്ട ഉടനെ ഒന്നും അങ്ങനെ ചെയ്യരുത്. കുറച്ച് നന്നായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ വളർന്ന ശേഷം ഇലകളിലേക്ക് വിതറിയാൽ മതി. പിന്നെ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ ഒരു പുതിയ തൈ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് അതിൽ നിന്ന് ഒരു ഇല പോലും പറിച്ചെടുക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 വർഷമൊക്കെ കഴിയാണ്ട് ശരിക്കും നമ്മൾ നന്നായിട്ട് പറിക്കാനൊന്നും പാടില്ല എന്നാണ് പറയുക. എന്നുള്ള നല്ലൊരു ഗ്രോത്ത് ആ ചെടിക്ക് വരുള്ളൂ. ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും എന്തായാലും നമ്മൾ എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും ഇലകൾ പറിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത് തന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കറിവേപ്പ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഒരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.